രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം സ്വന്തം മകൾക്കയച്ച കത്തുകളുണ്ട്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഇത് നമ്മൾ അടിയന്തരമായിട്ട് വായിക്കണം. എല്ലാവർക്കും വായിക്കാവുന്ന പുസ്തകമാണ്. കാരണം നെഹ്റു ഇന്ത്യയിലെ സമൂഹത്തെ പഠിച്ചുകൊണ്ട് എങ്ങനെ ഈ സമൂഹം ഒരു സംസ്കാരമുള്ള സമൂഹമായി മാറണം, അതെങ്ങനെയാണ് കഴിയുക എന്ന് ഈ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ, പ്രപഞ്ചോൽപ്പത്തി മുതൽ, സസ്യജന്തു ജീവജാലങ്ങളുടെ ഉൽപ്പത്തി മുതൽ, മനുഷ്യ സംസ്കാരത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഒരു സമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, മാറ്റി തീർക്കണമെന്ന് പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംസ്കാരം എന്ന് വെച്ചാൽ എന്താണ്? 11ാമത്തെ അധ്യായമാണ്. പൂർവകാല സംസ്കാരങ്ങളെപ്പറ്റി ചിലതെല്ലാം നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാനായ നെഹ്റു, പണ്ഡിറ്റ് നെഹ്റു ഇത് അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകളോടാണ്. പക്ഷെ ഞങ്ങൾ ഇത് കാണുന്നത് ഇന്ത്യൻ സമൂഹത്തോടാണ്, എന്നോടുൾപ്പെടെ, നമ്മളോടുൾപ്പെടെ. എന്നാൽ അതിനു മുൻപ് സംസ്കാരം എന്നാൽ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു സാമാന്യ ബോധം ആദ്യമായി ഉണ്ടായിരിക്കണം. സംസ്കരിക്കുക എന്നതിനെ നന്നാക്കി തീർക്കുക, ശുദ്ധീകരിക്കുക, ദുശ്ശീലങ്ങളെ നീക്കി സൗശീല്യം സമ്പാദിക്കുക എന്നെല്ലാം അർത്ഥങ്ങൾ കാണാം. മനുഷ്യവർഗത്തെയോ ജനസംഘങ്ങളെപ്പറ്റിയോ പ്രതിപാദിക്കുമ്പോഴാണ് സംസ്കാരം എന്ന് വിശേഷിച്ച് പറയാറുള്ളത്. പണ്ഡിറ്റ് നെഹ്റു സംസ്കാരം ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ടിട്ടുള്ളത്. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് അധികം ഭേദപ്പെട്ടിട്ടില്ലാത്ത ഒരു കാട സ്വഭാവത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സംസ്കാര ശൂന്യം എന്ന് പറയുന്നത്, ആ കാട സ്വഭാവത്തെയാണ് സംസ്കാര ശൂന്യം എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് ഇതിന് വിപരീതമായ അവസ്ഥയാണ്. കാട സ്വഭാവത്തിൽ നിന്ന് അകലും തോറുമാണ് നാം അധികം സംസ്കാരമുള്ളവരായി തീരുന്നത്. ഇത് സാമൂഹിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ മനുഷ്യരും, അവർ മാത്രമല്ല എല്ലാ മനുഷ്യരും വായിക്കുകയും ഇത്രയും ലളിതമായി പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാകാൻ ഉള്ള ശേഷിയില്ലാത്തവർക്ക് പഠന ക്ലാസ്സുകൾ വെച്ച് അത് പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.